അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹാ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്കപ്പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ, അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹാ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്കപ്പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ, അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ. ഈ കണ്ണേറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കുളി ചികിത്സ സാധാരണ കേൾക്കാറുണ്ട്. കുളി ചികിത്സ എന്ന് പറഞ്ഞാല് കണ്ണേറ് ബാധിക്കാൻ കാരണമായവൻ വുളു എടുത്ത വെള്ളം കണ്ണേറ് ബാധിച്ചവന്റെ തലയിൽ ഒഴിക്കുന്ന ഒരു ചികിത്സ. ഇത് ശരിയാണോ? ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വുളു എടുത്തു തരാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ വുളു എടുത്തു കൊടുക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകാര്യമാണോ? സ്വീകാര്യമാണെങ്കിൽ അതിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? അത് നിഷേധിച്ചാൽ കുറ്റക്കാരനാകുമോ? അത് അംഗീകരിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസിയാവില്ലേ എന്നാണ് എന്റെ ചോദ്യം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട. നേരെ മറിച്ച് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനായ അമാന് മൗലവി വളരെ മുമ്പ് തന്നെ വളരെ വിശദമായി കൊണ്ട് കണ്ണേറിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുജാഹിദുകൾ, തലതെരച്ച മുജാഹിദുകൾ, അവർ വാങ്ങി അവരുടെ വീടുകളിൽ സൂക്ഷിച്ചവർ വായിച്ചു പഠിച്ച പുസ്തകമാണിത്. ആ പുസ്തകം പോയി വായിച്ചു നോക്കൂ. അതല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാവുന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ ഇമാം മുസ്ലിം ഒന്നിന് പുറകെ ഒന്നായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇമാം മുസ്ലിമിലെ ആ ഹദീസുകൾ വായിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വഹീഹായി വന്ന ഹദീസുകളെ സ്വീകരിക്കാൻ ഒരു തടസ്സവും ഇല്ല, എവിടെയും ഇല്ല.